തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കർത്ത ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ പ്രചോദനമായ ഒരു വാക്യം ആവർത്തന പുസ്തകം 32-ാം അധ്യായം 39-ാം വാക്യത്തിൽ നാം കാണുന്നു. ഞാൻ മാത്രമേയുള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനില്ല. ദൈവത്തിൻ്റെ സർവാധികാരം വ്യക്തമാക്കുന്ന ഒരു വചനമാണിത്. മോശ ഇസ്രയേലിനെ ചൊല്ലിക്കേൾപ്പിച്ച അന്ത്യവചനങ്ങളാണിത്. ഇസ്രയേൽ പലപ്പോഴും ദൈവത്തെ ഭയപ്പെടാതെയും അനുസരിക്കാതെയും തങ്ങളുടെ രക്ഷയായ പാറയെ മറന്നു കളഞ്ഞു. ദൈവം ഇതുപോലെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള മറ്റൊരു ജാതിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. മിസ്രയീമെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചത് മുതൽ മരുഭൂമിയിൽ കൂടി 40 സംവത്സരം നടത്തിയ ചരിത്രം മോശ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തും അവരെ ചുറ്റി പരിപാലിച്ചു. കൺമണി പോലെ അവരെ സൂക്ഷിച്ചു. കഴുകൻ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ചവനെ എടുത്തു, തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അത്ഭുതകരമായ ദൈവത്തിൻ്റെ കരുതലാണ് ഇസ്രായേൽ ജനം അനുഭവിച്ചത്. മേൽത്തരമായ ആഹാരം അവർക്ക് നൽകി. അത്ഭുതകരമായ ദൈവിക പരിപാലനം അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. എന്നിട്ടും അവർ തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ചു. മ്ലേച്ഛതകളാലും അന്യ ദൈവ സേവയാലും ദൈവത്തെ കോപിപ്പിച്ചു. അതുകൊണ്ട് ദൈവത്തിന് അവരുടെ മേൽ എന്തും ചെയ്യുവാൻ അധികാരമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കൊല്ലുവാനും തകർക്കുവാനും അധികാരമുള്ള ദൈവം അവരെ ജീവിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യും. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. അപ്പോൾ തന്നെ ദൈവം സ്നേഹവാനാണ്. ദൈവത്തെ കോപിപ്പിക്കുന്ന ജനത്തിൻ്റെ മേൽ ന്യായവിധി നടത്തും. അപ്പോൾ തന്നെ തന്നെ സ്നേഹിക്കുകയും കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുന്നവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ നാം ദൈവത്തെ കോപിപ്പിച്ചവരും കോപപാത്രങ്ങളുമായിരുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അർഹരായിരുന്നു. ന്യായവിധിയുടെ വാൾ നമ്മുടെ തലയ്ക്ക് മീതെ ഓങ്ങിയിരുന്നു. എന്നാൽ നമ്മോടുള്ള ദൈവസ്നേഹം ആ വാൾ നമ്മെ വെട്ടിക്കളയുവാൻ സമ്മതിച്ചില്ല. സക്കറിയാ പ്രവചനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, വാളെ ഉണരുക, എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. അത് സംഭവിച്ചു. വാൾ ഉണർന്നു, ഇടയനെ വെട്ടി. അത് നടന്നത് ക്രൂശിലാണ്. അന്ന് ദൈവത്തിൻ്റെ കോപം മുഴുവനും ആ നല്ല ഇടയൻ്റെ മേൽ ചൊരിഞ്ഞു. നല്ല ഇടയൻ എന്തിനു വേണ്ടിയാണ് ഇത്രയധികം കഷ്ടങ്ങൾ അനുഭവിച്ചത്? നമ്മുടെ ന്യായവിധി മാറ്റുവാൻ നമുക്ക് പകരം വെട്ടേറ്റ ഇടയൻ ക്രൂശിൽ നമ്മോടുള്ള ദൈവസ്നേഹം വെളിപ്പെടുത്തി. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകി. ജീവനെ കൊടുക്കുന്നതിലും അധികമായ സ്നേഹം വേറെ ഇല്ലല്ലോ. ചിതറിപ്പോയ ആട്ടിൻകൂട്ടത്തെ കൂട്ടിച്ചേർക്കുവാൻ, ഇടയില്ലാത്ത ആടുകളെപ്പോലെ ചിന്നിയവരും ചിതറിയവരുമായ ആട്ടിൻകൂട്ടത്തെ മടക്കി വരുത്തുവാൻ നല്ല ഇടയനായ കർത്താവ് നമ്മുടെ ന്യായവിധി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. ആ ദൈവസ്നേഹമാണ് നമുക്ക് ഇന്ന് ഓർക്കുവാനായിട്ടുള്ളത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, നിങ്ങൾ തെറ്റിയുഴലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ അധികാരമുള്ള ദൈവം നമ്മുടെ പാപനിമിത്തം നമ്മെ തകർത്ത് കളയാതെ നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നു, നമ്മെ ജീവിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ദൈവം നിവർത്തിച്ച രക്ഷാകരമായ പ്രവൃത്തിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ കർത്ത ദിവസത്തിൽ നമ്മോടുള്ള ദൈവസ്നേഹം വെളിപ്പെടുത്തിയ ആ ക്രൂശിലേക്ക് നോക്കി നമുക്ക് വേണ്ടി നമ്മുടെ ശിക്ഷയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പാടുപെട്ട് ക്രൂശിൽ യാഗമായി തീർന്നാം ആ ദൈവസ്നേഹത്തിൻ്റെ മഹത്വത്തെ നമുക്ക് ഓർക്കാം. അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളെയും വ്യഥകളെയും ഓർത്തുകൊണ്ട് നമ്മോടുള്ള ദൈവസ്നേഹം വെളിപ്പെടുത്തിയതിനാൽ, നമ്മെ ജീവിപ്പിച്ചതിനാൽ, നിത്യജീവൻ നൽകി അനുഗ്രഹിച്ചതിനാൽ നമുക്ക് ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ സർവാധികാരത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ പാപനിമിത്തം ഞങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടവരായിരുന്നു. ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാൾ ഓങ്ങിയിരുന്നപ്പോൾ
ആ ന്യായവിധിയുടെ വാൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ നിന്ന് മാറ്റുവാൻ ഞങ്ങൾക്ക് വേണ്ടി വെറ്റേറ്റ നല്ല ഇടയനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ന്യായവിധി മുഴുവൻ ഏറ്റെടുത്തത് ദൈവസ്നേഹത്തെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാം മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നിത്യജീവനായി സ്തോത്രം, സ്വർഗീയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, സർവ്വമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.